മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന കഫക്കെട്ട് പൂർണ്ണമായി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരൊറ്റമൂലിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ ആൻഡ് യു വാച്ചിങ് ശ്രുതീസ് വ്ലോഗ് ട്യൂബ്. കഫക്കെട്ട് പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഇത് ഒരുപോലെ വരുന്ന ഒരു ഇഷ്യൂ ആണ്. കഫക്കെട്ട് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് അണുബാധ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, എസ്പെഷ്യലി കുട്ടികൾക്ക്. പല റീസൺസ് കൊണ്ടും കഫക്കെട്ട് ഉണ്ടാവാറുണ്ട്. കോൾഡ് വരുന്നത് കൊണ്ടും ഇപ്പോൾ ഈ കോവിഡ് വരുന്നതിൻ്റെ എഫക്റ്റായിട്ടും ഒക്കെ പലർക്കും കഫക്കെട്ട് കാണാറുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള കഫക്കെട്ടാണെങ്കിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒറ്റമൂലി ഉപയോഗിച്ച് നിശേഷം മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഈ ഒറ്റമൂലി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അടുക്കളയിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒറ്റമൂലി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി വെക്കുക. എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കഫക്കെട്ട് ദിവസങ്ങൾ കൊണ്ട് പൂർണ്ണമായി മാറ്റിയെടുക്കുന്ന ഈ ഒറ്റമൂലിയുടെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യം ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ്. ഇനി വേണ്ടത് 10 മുതൽ 12 അല്ലി വരെ വെളുത്തുള്ളി. ഇനി വേണ്ടത് ഒരു നാരങ്ങയാണ്. നമ്മുടെ അടുക്കളയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒറ്റമൂലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ആരോഗ്യപരമായ ഗുണങ്ങളേറെയുള്ള ഒന്നാണ് ഇഞ്ചി. അണുബാധയ്ക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊന്നാന്തരം ഒരു മരുന്നാണിത്. മാത്രമല്ല കഫക്കെട്ട് മാറ്റാനായിട്ട് നല്ലൊരു പരിഹാരമാണ് ഇഞ്ചി ഉപയോഗിക്കുന്നത്. ഇഞ്ചി പൊതുവേ നമ്മൾ ചുമയ്ക്കും ജലദോഷത്തിനെല്ലാം ഉപയോഗിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മാറ്റിവെക്കാം. ഇനി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്ത വെളുത്തുള്ളിയും നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചി പോലെ തന്നെ വെളുത്തുള്ളിയും നല്ലൊന്നാന്തരം അണുനാശിനിയാണ്. ബാക്ടീരിയ, ഫംഗൽ, വൈറൽ ഇൻഫെക്ഷനുകളെ ചെറുക്കുന്ന ഒന്നാണിത്. ഇതിലെ അസിലിൻ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നുകൂടിയാണ്. കോവിഡിനും ചുമയ്ക്കും ഒപ്പം കഫക്കെട്ടിനുമുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് വെളുത്തുള്ളി. ഇത് അണുബാധയെ ചെറുക്കുന്നു. മാത്രമല്ല കഫമിളക്കി കളയാനും കഫക്കെട്ട് കാരണം നെഞ്ചിലുണ്ടാകുന്ന അസ്വസ്ഥതയും കുറുങ്ങലുമൊക്കെ കുറയ്ക്കാനും വളരെ നല്ലൊരു മരുന്നാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയും അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമുക്ക് മാറ്റിവെക്കാം. ഇനി കഴുകി വൃത്തിയാക്കിയെടുത്ത നാരങ്ങ തൊണ്ടോടുകൂടെ തന്നെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. നാരങ്ങയുടെ ഉള്ളിലെ കുരു കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കുരു എടുത്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ചെറുനാരങ്ങ. അണുബാധയ്ക്കെതിരെ നല്ലൊരു മരുന്ന് കൂടിയാണിത്. മാത്രമല്ല നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടാനും ചെറുനാരങ്ങ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ചെറുനാരങ്ങ കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമ്മുടെ നേരത്തെയുള്ള കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി തിളപ്പിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. മൺപാത്രം തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏത് തരം പാത്രം വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ കൂട്ട് സ്റ്റവിൽ വെച്ച് ഗ്യാസ് ഓണാക്കി ചെറിയ തീയിലിട്ട്, അതായത് സിമ്മിലിട്ടിട്ട് കുറച്ചു നേരം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വളരെ ചെറിയ തീയിലിട്ട് സാവധാനം തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നമ്മൾ ഇതിലേക്കിട്ട ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാത്തിൻ്റെയും സത്ത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിട്ടുക. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു പെയിൽ വൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ച് ഇതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നാലും ഒരു 4-5 മിനിറ്റും കൂടെ നിങ്ങൾ മൂടി വെച്ച് നന്നായിട്ട് സിമ്മിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒറ്റമൂലി പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അല്പനേരം കഴിഞ്ഞ് ഈ പാനീയം നിങ്ങൾക്ക് ഊറ്റിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇളം ചൂടോടെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഈ പാനീയം ചെറുതായൊന്ന് ചൂടാറിയ ശേഷം ഊറ്റിയെടുത്തിട്ട് കാണിക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഈ പാനീയം ഉണ്ടാക്കുമ്പോൾ നാരങ്ങ തൊലിയോടുകൂടെ തന്നെ ഉപയോഗിക്കുക. നാരങ്ങയുടെ തൊലിയിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസും മറ്റ് പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. നാരങ്ങ തൊലിയോടുകൂടിയിട്ടുണ്ടാക്കുമ്പോഴാണ് ഈ പാനീയത്തിന് ഗുണം കൂടുതൽ ഉണ്ടാവുക. ഈ ഒരു പാനീയം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാവുന്നതാണ്. കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ് ഒന്നും ഒരുമിച്ച് കുടിക്കേണ്ട, കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ചെറിയ ചൂടിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു ഒറ്റമൂലി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കഫക്കെട്ട് പൂർണ്ണമായിട്ട് മാറിക്കിട്ടാനും കഫം ഇളകി വരാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇനി ഈ പാനീയത്തിന് ഇത് മാത്രമല്ല മറ്റ് പല ഗുണങ്ങളും ഉണ്ട്. നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും അതുപോലെ അസുഖങ്ങളൊന്നും വരാതെ ബോഡി നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ വെള്ളം വളരെ ഹെൽപ്ഫുള്ളാണ്. കുട്ടികൾക്കും നൽകാൻ സാധിക്കുന്ന ഒരു പാനീയമാണിത്. വയറിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. അതുപോലെ ഗ്യാസ്, അസിഡിറ്റി എന്നീ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഈ പാനീയം. ഇനി ഇതിനോടൊപ്പം തന്നെ കോവിഡ് സമയത്തോ അല്ലാതെയോ നിങ്ങൾക്കുണ്ടാവുന്ന തൊണ്ടവേദന, ശരീരം വേദന, അതുപോലെ വിശപ്പില്ലായ്മയൊക്കെ മാറ്റിയെടുക്കാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള റെസിപ്പി നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ ഞാനത് സജഷനായിട്ട് കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോൻ്റെ ലിങ്കും കൊടുത്തേക്കാം. വേണ്ടവർ അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.